ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് നോളജ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെർജീനിയ വൂൾഫിൻ്റെ എ റൂം ഓഫ് വൺസ് ഓൺ ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1882 ജനുവരി 25 വെർജീനിയ വൂൾഫ് ജനിക്കുന്നത്. 1941 മാർച്ച് 28 മരണപ്പെടുന്നത്. 20-ാം നൂറ്റാണ്ടിലെ ആധുനികതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു വെർജീനിയ വൂൾഫിനെ. അവർ ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരിയും ഒരു എസ്സേയിസ്റ്റുമായിരുന്നു. പ്രധാന ശൈലി എന്ന് പറയുന്നത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന സാഹിത്യ ശൈലി ഉപയോഗിക്കുന്നതിൽ പ്രശസ്തയാണ്. കഥാപാത്രങ്ങളുടെ ചിന്തകളിലൂടെയും ആന്തരിക ലോകത്തിലൂടെയുമാണ് ഈ ശൈലി കഥ പറഞ്ഞു പോകുന്നത്. വെർജീനിയ വൂൾഫിൻ്റെ പ്രധാന കൃതികൾ നോക്കാം. മിസ്സിസ് ഡാലോവേ 1925 എഴുതുന്നത്. ടു ദ ലൈറ്റ് ഹൗസ് 1827 എഴുതുന്നത്. ഒർലാൻഡോ എഴുതുന്നത് 1928. എ റൂം ഓഫ് വൺസ് ഓൺ എഴുതുന്നത് 1929. ഒരു സ്ത്രീക്ക് സാഹിത്യം രചിക്കുവാൻ പണവും സ്വന്തമായി ഒരു മുറിയും വേണം. അത് തന്നെയാണ് പറയുന്നത് എ റൂം ഓഫ് വൺസ് ഓൺ. ഒരു സ്ത്രീക്ക് സാഹിത്യം രചിക്കാനായിട്ട് പണവും സ്വന്തമായിട്ട് ഒരു മുറിയും വേണം എന്ന പ്രസിദ്ധമായ വാചകം ഈ ഉപന്യാസത്തിൽ നിന്നുമുള്ളതാണ്. വെർജീനിയ വൂൾഫ് ഒരു ഫെമിനിസ്റ്റ് എഴുത്തുകാരിയാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ സ്ത്രീകളുടെ അവകാശങ്ങൾ, സാമൂഹിക വിദ്യാഭ്യാസപരമായ തുല്യത, സാഹിത്യത്തിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് തുറന്നെഴുതിയ ഒരു ഫെമിനിസ്റ്റ് എഴുത്തുകാരി കൂടിയായിരുന്നു വെർജീനിയ വൂൾഫ്. വെർജീനിയ വൂൾഫിൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ വൂൾഫ് തൻ്റെ ജീവിതത്തിലുടനീളം കടുത്ത മാനസികാരോഗ്യ പ്രശ്നങ്ങളും, അതായത് കടുത്ത ഡിപ്രഷൻ, കടുത്ത വിഷാദ രോഗത്തോട് പൊരുതി കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് വെർജീനിയ വൂൾഫ്. 1941 അവർ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. എ റൂം ഓഫ് വൺസ് ഓൺ. വെർജീനിയ വൂൾഫ് 1929 ഈ കൃതി പ്രസിദ്ധീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ സ്ത്രീകൾക്കും ഫിക്ഷനും എന്ന വിഷയത്തിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഒരു വനിതാ കോളേജിൽ നടത്തിയ പ്രഭാഷണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഇത്. ഈയൊരു എസ്സേ ഒരു സാങ്കല്പിക കഥാപാത്രത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. സാങ്കല്പിക കഥാപാത്രമായിട്ട് വേണമെങ്കിൽ മേരി ബീറ്റൺ, മേരി സേട്ടൺ, മേരി കാർമൈക്കിൾ എന്നീ പേരുകൾ ഏതും സ്വീകരിക്കാവുന്നതാണ്. ആദ്യം തന്നെ വെർജീനിയ വൂൾഫ് സംസാരിക്കുകയാണ് ഭൗതിക സാഹചര്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച്. ഒരു സ്ത്രീക്ക് ഫിക്ഷൻ എഴുതണമെങ്കിൽ പണവും സ്വന്തമായ ഒരിടവും, അതായത് മണി ആൻഡ് എ റൂം ഓഫ് ഹെർ ഓൺ അത്യാവശ്യമാണെന്നതാണ് വൂൾഫിൻ്റെ പ്രധാന വാദം. എഴുത്തിനുള്ള മാനസിക സ്വാതന്ത്ര്യം ഭൗതിക സ്വാതന്ത്ര്യത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പുരുഷന്മാരുടെ കോളേജുകളിലെ ആഡംബരപൂർണമായ ഭക്ഷണവും ലൈബ്രറി പ്രവേശന നിഷേധവും സ്ത്രീകൾക്കുള്ള കോളേജുകളിലെ ലളിതമായ ഭക്ഷണവും സൗകര്യക്കുറവും അവർ താരതമ്യം ചെയ്യുകയാണ്. രണ്ടാമത് സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥയെക്കുറിച്ചിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. ചരിത്രപരമായി സ്ത്രീകൾക്ക് വിദ്യാഭ്യാസപരവും സാമ്പത്തികപരവുമായ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്ത്രീകൾ എപ്പോഴും ദരിദ്ര അവസ്ഥയിലായിരുന്നാലും അവർക്ക് സ്വത്ത് കൈവശം വയ്ക്കാൻ അനുവാദമില്ലാതിരുന്നാൽ പോലും കലാപരമായ കാര്യങ്ങൾക്കായി ഒരിടം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഭൗതികമായ കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഭൗതിക സ്വാതന്ത്ര്യം നിലനിൽക്കുന്നത് എന്ന് വാദിക്കുകയാണ് വെർജീനിയ വൂൾഫ്. മൂന്നാമത് ഷേക്സ്പിയറിൻ്റെ സഹോദരിയായിട്ട് ജൂഡിത്ത് ഷേക്സ്പിയർ എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇതിൻ്റെ പ്രത്യാഘാതം വ്യക്തമാക്കാനായിട്ട് വൂൾഫ്, അതായത് ഈ ഒരു മെയിൽ ഡോമിനേഷനിൽ സ്ത്രീകൾക്ക് കിട്ടുന്നതിൻ്റെ പവർ, അല്ലെങ്കിൽ ഇതൊന്നും നിഷേധിക്കപ്പെടുന്നതിന് എതിരെ അതിൻ്റെ ഒരു പ്രത്യാഘാതം വ്യക്തമാക്കാനായിട്ട് വൂൾഫ് ഒരു സാങ്കല്പിക കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണ്. വിഖ്യാത എഴുത്തുകാരനായിട്ടുള്ള വില്യം ഷേക്സ്പിയറിന് അദ്ദേഹത്തെ പോലെ തന്നെ പ്രതിഭയുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ജൂഡിത്ത് ഷേക്സ്പിയർ എന്ന ആ സാങ്കല്പിക കഥാപാത്രത്തിന് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുകയും വിവാഹത്തിന് നിർബന്ധിക്കപ്പെടുകയും ഒടുവിൽ ലണ്ടനിലെത്തി എഴുത്തുകാരിയാവാൻ ശ്രമിച്ചെങ്കിലും അവസാനം ആത്മഹത്യയിൽ അഭയം തേടുകയും ചെയ്യേണ്ടി വരുമായിരുന്നു എന്ന് വൂൾഫ് പറയുന്നുണ്ട്. കഴിവുണ്ടായിട്ടും സാമൂഹിക നിയന്ത്രണങ്ങൾ കാരണം ഒരു സ്ത്രീക്ക് സ്വന്തം പ്രതിഭയെ വികസിപ്പിക്കാൻ കഴിയില്ലായിരുന്നു എന്ന്
ഈ സങ്കല്പം വരച്ച് കാട്ടുകയാണ്. നാലാമത് സംസാരിക്കുന്നത് സാഹിത്യത്തിലെ സ്ത്രീകളുടെ ചരിത്രത്തെക്കുറിച്ചിട്ടാണ്. അഫ്രാബെൻ, ജെയിൻ ഓസ്റ്റൻ, ബ്രോണ്ടി സഹോദരിമാർ തുടങ്ങിയ മുൻകാല വനിതാ എഴുത്തുകാരുടെ നേട്ടങ്ങൾ വുൾഫ് പരിശോധിക്കുകയാണ്. ഈ എഴുത്തുകാർക്ക് സ്വന്തമായ ഒരു ശൈലി കണ്ടെത്തുന്നതിലും പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തെ തൃപ്തിപ്പെടുത്താതെ സ്വയം പ്രകടിപ്പിക്കുന്നതിലും നേരിട്ട വെല്ലുവിളികൾ അവർ ചൂണ്ടിക്കാട്ടുകയാണ്. അഞ്ചാമത് സംസാരിക്കുന്നത് ആൻഡ്രോജിനി. ഒരു എഴുത്തുകാരന് പൂർണ്ണമായ കലാപരമായിട്ടുള്ള മികവിലേക്ക് എത്തണമെങ്കിൽ അവരുടെ മനസ്സ് ലിംഗഭേദങ്ങൾക്കതീതമായിരിക്കണം. അതായത് ആൺ പെൺ സ്വഭാവങ്ങളുടെ സന്തുലിതാവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത്. എഴുത്തുകാർക്ക് സ്വന്തം ലിംഗത്തെക്കുറിച്ചുള്ള ആലോചനകൾ ഉപേക്ഷിച്ച് മനസ്സിലെ ഇരുവശങ്ങളും, അതായത് പുരുഷൻ സ്ത്രീ എന്നുള്ളത് സന്തുലിതമായി ഉപയോഗിക്കാൻ കഴിയണമെന്ന് അവർ അഭിപ്രായപ്പെടുകയാണ്. മേജർ പോയിൻറ്റ്സ് പരിശോധിക്കാം. ആദ്യത്തേത് സ്വകാര്യതയും സാമ്പത്തിക സ്വാതന്ത്ര്യവും. കലാപരമായ സൃഷ്ടിക്ക് അടിസ്ഥാനപരമായ ആവശ്യകതകളാണ് വർഷം തോറും 500 പൗണ്ടും സ്വന്തമായ ഒരു മുറിയും, എ റൂം ഓഫ് വൺസ് ഓൺ. രണ്ടാമത് സ്ത്രീകളുടെ ദാരിദ്ര്യം. തലമുറകളായ സ്ത്രീകൾക്ക് സ്വത്ത് അവകാശപ്പെടുവാൻ വേണ്ടിയിട്ടോ വിദ്യാഭ്യാസം നേടാനോ കഴിയാതിരുന്നത് അവരുടെ സർഗാത്മകതയെ തടഞ്ഞു നിർത്തി. മൂന്നാമത്തെ പോയിന്റ് ഷേക്സ്പിയറിൻ്റെ സഹോദരി. കഴിവുള്ള സ്ത്രീകൾ സാമൂഹിക ഘടന കാരണം തകർന്നു പോകുന്നതിൻ്റെ ഒരു ശക്തമായ രൂപകമാണിത്. ജസ്റ്റ് എ മെറ്റഫോർ ഓൺലി. നാലാമത്തെ പോയിന്റ് പുരുഷന്മാർ ഒരു കണ്ണാടിയായി കണ്ടു സ്ത്രീകളെ, അതായത് പുരുഷന്മാർ സ്ത്രീകളെ ഒരു കണ്ണാടിയായി ഉപയോഗിച്ചു. അതിലൂടെ അവർക്ക് തങ്ങളെ തന്നെ വലുതായും ശക്തരായും കാണാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് സ്ത്രീകളുടെ അധമത്വം ഉറപ്പിക്കേണ്ടത് ആവശ്യമായി വന്നത് എന്ന് പറയുകയാണ്. അഞ്ചാമത്തെ പോയിന്റ് സന്തുലിതമായ മനസ്സ്. ഒരു വലിയ കലാകാരന് ലിംഗപരമായ മുൻധാരണകൾക്കപ്പുറമുള്ള സമനിലയുള്ളൊരു മനസ്സ് ആവശ്യമാണ് എന്ന് വെർജീനിയ വുൾഫ് പറയുകയാണ്.